നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ, ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന പണം ഇവരുടെ കൈകളിലേക്ക് വളരെ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമ്മാനമായി ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്ന ഒരു സമയമാണ്. സാഹചര്യങ്ങൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ പോലും കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, പണം ഇല്ലാത്ത അവസ്ഥയിലുള്ള ആളുകൾക്ക് പോലും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവർ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്രത്തിലും അടുത്തുള്ള ക്ഷേത്രത്തിലോ ഇഷ്ടദേവത ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളുമൊക്കെ ദേവതയുടെ അനുഗ്രഹം നിമിത്തം വന്നു ചേരും. നിങ്ങളുടെ ദശാകാലവും അപഹാരവും ഒന്ന് പരിശോധിക്കുക. അനുകൂലമായ ദശാകാലത്തിൽ അവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ഇരട്ടി ഫലം തന്നെയാണ് വന്നു ചേരുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുക. ജാതകത്തിലുള്ള സമയവും ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങളും ഉണ്ടാകുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഇപ്പോൾ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള അനുകൂലമായ സമയമുണ്ടോ എന്ന് പരിശോധിക്കുക. അതിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിത്യേനയുള്ള അകമഴിഞ്ഞ പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും ദൈവികമായ ചൈതന്യം കുടികൊള്ളുന്ന ശക്തിമത്തായ പൂജയിൽ താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ കുറിക്കുകയാണെങ്കിൽ ഈ ഒരു സങ്കല്പം പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയ്ക്കും താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിനുമുള്ള സങ്കല്പവും പ്രാർത്ഥനയും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് നേരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ തേടി വരുന്ന സമയം ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായിരിക്കും. ഓരോ സമയമായിരിക്കും ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഗുണമെന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ദോഷവും, ദോഷം എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ഗുണവും, സമ്മിശ്ര പ്രതികരണവും ഉണ്ടാകുന്നത് ഓരോരുത്തരുടെയും ചാരവശാലുള്ള സ്ഥിതി മാത്രമല്ല, അവരുടെ ജാതകവശാലുള്ള സ്ഥിതിയും കൊണ്ട് വരുന്നതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു നിൽക്കും. ഈ കാര്യമൊന്ന് ശ്രദ്ധയിൽ വരുത്തുക. ഇപ്പോൾ പറയുന്നത് ചാരവശാൽ പൊതുവെയുള്ള ഫലങ്ങളാണ്, നക്ഷത്രഫലമാണ്. ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി ലഭിക്കുന്നു. സമയം ശരിയാകുന്നതോടുകൂടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറുന്നു. ദുഃഖ ദുരിതങ്ങൾ മാറി നിൽക്കുന്നു. വലിയ വലിയ നേട്ടങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന സമയവും വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഇവിടെ കൂടെ വന്നു ചേരുകയും ചെയ്യുന്നൊരു സമയമാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്ക് പല വിധത്തിലുള്ള തിക്തമായ ദുഃഖാർത്ഥമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം അവരുടെ ദുഃഖങ്ങൾ മാറുന്ന സമയം കൂടിയാണ്. വലിയ നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേർന്നു. വലിയ ഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് ദുഃഖ ദുരിതങ്ങൾ, സങ്കട കടൽ ഇതൊക്കെ മാറുന്നു. ഒരുപാട് ദുരിതങ്ങൾ മാറി മനസ്സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. സ്വപ്നങ്ങൾ പൂവണിയുന്നു. മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു. പണം ഇവിടെ കൈകളിലേക്ക് വന്നു ചേരുന്നു. ഇവർക്ക് ഇനി തുടങ്ങാൻ പോകുന്ന
ഒരവസ്ഥ എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക. സത്യമായും ഇവരുടെ ജീവിതത്തിൽ നല്ല നാളുകൾ വന്നു ചേരുകയും വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ജീവിതം വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഈ നക്ഷത്രക്കാരെ തേടി വരും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് ഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കോടീശ്വര യോഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കോടീശ്വര യോഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഇതിന്റെ മഹിമ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ദോഷദുരിതങ്ങൾ മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അവരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം, അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇതൊക്കെ വന്നു ചേരും. ധനലാഭം വലിയ തോതിൽ തന്നെ വന്നു ചേരുന്നു. ഇവർക്ക് വിജയത്തുടക്കം തന്നെയാണ് ഉണ്ടാകുന്നത്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സുഹൃത്തുക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി വന്നു ചേരും. പല വിധത്തിൽ സഹായ രൂപത്തിൽ ഇവർ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. ഏറ്റവും അധികം ഭാഗ്യവും സൗഭാഗ്യവും ലാഭവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടി അവരുടെ ജീവിതം തന്നെ കുതിച്ചു വരാനുള്ള രീതിയിൽ എത്തിയിരിക്കും. സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഇവരിൽ നിന്ന് മറിയുന്നു. സൗഭാഗ്യം ഇവർ തേടി പോകേണ്ട, ഇവരെ തേടി വന്നു ചേരും. കഷ്ടപ്പാടുകളൊക്കെ ഇതിലൂടെ മാറും. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അധിക ചെലവുകൾ അധികരിക്കാതെ നോക്കുക. ഏറ്റവും ഭാഗ്യം വന്നു ചേരുന്നതോടുകൂടി ഇവർക്ക് ഉണ്ടാകുന്നത് ശത്രുദോഷങ്ങളൊക്കെ മാറും. വലിയ സാമ്പത്തിക നിലയിലേക്ക് ഇവർ എത്തിച്ചേരും. മനസമാധാനം ഉണ്ടാകും. കുടുംബ ഐശ്വര്യം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ബാധ്യതകളും തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. രോഗദുരിതങ്ങൾ മാറുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ഇവർക്ക് അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുകയും ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഇവരുടെ കൂടെ ലഭ്യമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വീടെന്നൊരു സ്വപ്നം പൂണിയാൻ വേണ്ടി ഒരുപാട് നാളുകൾ സ്വപ്നം കണ്ടിരുന്നത് അത് നടക്കാതെ പോയ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഒരു സമയത്ത് ഇവരുടെ മനസ്സിൽ ഇനി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ച സമയത്തായിരിക്കും വീടുപണി പുനരാരംഭിക്കാൻ സാധിക്കുന്നതും വീടെന്നൊരു സ്വപ്നത്തിലേക്ക് ആദ്യ ചവിട്ടുപടി എന്നോണം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും. ഇവർ നേട്ടം കൊണ്ട് കൊടുമുടി കയറാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ആദ്യം ഒരു ചെറിയ മാറ്റമാണ് വരുന്നത്. അതിൽ നിന്ന് ഇവർക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നു. ലക്ഷ്മി കടാക്ഷത്തിലൂടെ നല്ല സമയം വന്നു ചേരുകയും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും. സ്വർണം, പണം, അപ്രതീക്ഷിത ധനയോഗം ഇതൊക്കെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള അവസരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വിലപിടിപ്പുള്ള വസ്തുവകകൾ ലഭിക്കാനും പൂർവിക സ്വത്ത് ലഭിക്കാനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മനസ്സമാധാനം വന്നു ചേരുന്നു. മനസ്സിൽ ഉള്ള പ്രാർത്ഥനകൾക്ക് അത് പരിഹാരം കാണാൻ സാധിക്കുകയും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. സൗഹൃദങ്ങൾ നേട്ടങ്ങളിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ബന്ധുജനങ്ങൾ നല്ല രീതിയിലുള്ള സഹായ സഹകരണത്തോടു കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങളും മികച്ച നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഈശ്വര കടാക്ഷത്തിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതം രക്ഷപ്പെടുന്നു. ജീവിതത്തിൽ ഉള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.